ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു ഉഗ്രനായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫേസ് വാഷിൻ്റെ റെമഡിയാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് സാധാ ഫേസ് വാഷ് അല്ല, സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ്. അതിന് പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളൊന്ന് അടുക്കളയിലോട്ടൊന്ന് എത്തി നോക്കിയാൽ മതി കേട്ടോ, അവിടെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത്രയും ഈസി ആയിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് റെമഡി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കേസ് നമുക്ക് ഈ ഒരു റെമഡിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ഇപ്പോൾ മിക്ക വീടുകളിലും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ഉറപ്പായിട്ട് ഉണ്ടാവുന്നേ. അതൊരു 4 എണ്ണം അങ്ങ് പറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കമ്പും തണ്ടും എല്ലാം നമുക്ക് മാറ്റിയിട്ട് ആ ഒരു ചെമ്പരത്തിയുടെ ലീഫ് മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തി ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ് ഫ്ലവർ ഇല്ല അത് ചേർത്താലും മതി കേട്ടോ. റോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി ഈ പറഞ്ഞ പോലെ ഇതളുകൾ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി കൊണ്ടുവരുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി നമ്മുടെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല പാടും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നമ്മൾ വറ്റിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉലുവ ഉപയോഗിച്ചിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉലുവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ല. അത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകം കേട്ടോ. പെരുംജീരകം പെരുംജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുക്കൾ വരാതിരിക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഈ ഒരു വലിയ ജീരകത്തിന് കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ പെരുംജീരകം എടുക്കുന്നത്. പെരുംജീരകം മീൻസ് വലിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്കിവിടെ വേറെ കുറച്ച് പണി കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഈ കാണുന്ന രീതിക്ക് ചെറിയൊരു കഷ്ണം കുക്കുംബർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒത്തിരി നമുക്ക് ആവശ്യമില്ല, ചെറിയൊരു കഷ്ണം കുക്കുംബർ മതി. കുക്കുംബർ ഈ കാണുന്ന ചെറിയൊരു കഷ്ണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാറ്റി വെച്ച ജ്യൂസിനകത്തേക്ക് ഒരു കാര്യം ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ഫേസ് വാഷും സോപ്പാണ്, ബീട്രൂട്ട് സോപ്പാണിത്. അപ്പോൾ 2ൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഫേസ് വാഷ് മുഖക്കുരു പോകാൻ വേണ്ടിയിട്ടും അത് സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഫേസ് വാഷ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോപ്പും അതുപോലെ തന്നെ നന്നായിട്ട് രീതി ക്ലെൻസ് ചെയ്യാനായിട്ടും സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ട് ഈ ഒരു സോപ്പ് കൊടുക്കുന്നത്. ബീട്രൂട്ട് മാത്രമല്ല, ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ ലിക്വറൈസ്, ആവാരമ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് കുറച്ച് ഹെർബൽസ് ഒക്കെ ചേർത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു സോപ്പാണത്. അപ്പോൾ ഈ ഒരു സോപ്പ് കൂടി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോപ്പോ ഫേസ് വാഷോ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ സോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് pH 7 ആണ് കിട്ടുക. ഫേസ് വാഷ് എടുക്കുമ്പോൾ നമുക്ക് pH ആ പറഞ്ഞ പോലെ 5.5 ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത്ര ഉള്ള വ്യത്യാസം. പിന്നെ pH ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള സോപ്പ് ഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ ഒരു ചെമ്പരത്തി അതുപോലെ തന്നെ ഉലുവ ജീരകത്തിൻ്റെ ഈ ഒരു വാട്ടർ നന്നായിട്ട് വറ്റി നമുക്ക് നല്ല രീതിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ കണ്ടല്ലോ. ഇനി നമ്മളിത് ചൂടോട് കൂടിയിട്ട് തന്നെ വേറൊരു ബൗളിനകത്തേക്ക് അങ്ങ് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുക്കുംബറുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ, കുക്കുംബർ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ സോപ്പിൻ്റെ കൂട്ട് അത് ഇതിനകത്തേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്യുക, എങ്കിലേ നമ്മുടെ ആ ഒരു സോപ്പ് നന്നായിട്ട് മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടല്ലോ അതിൻ്റെ pH കണ്ടല്ലോ, pHൽ വ്യത്യാസം വരുന്നതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷംനു ഓർഗാനിയുടെ ആലുവേറ ജെല്ലാണ്. ആലുവേറ പ്ലസ് കുങ്കുമപ്പൂടെ ജെല്ലാണ് കേട്ടോ, സാഫ്രോണിൻ്റെ ജെല്ലാണ്. അത് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചെറുനാരങ്ങയുടെ നീര് ഇറ്റിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ സ്കിന്നിൽ സൂട്ടബിൾ ആണെങ്കിൽ ഇറ്റിച്ച് കൊടുക്കാം, നിർബന്ധവും ഇല്ല. ചെറിയ രീതിക്ക് നമുക്കൊരു 5-6 തുള്ളി ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രമാത്രം മതിയാകും. നിങ്ങളുടെ സ്കിന്നിൽ ഓക്കെ ആണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ആലോവേറ ജെല്ല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ആണ് ഞാൻ പറഞ്ഞത്, നാരങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ളത് കേട്ടോ.
അപ്പോൾ നോക്കിയിട്ട് അത് ചെയ്യുക. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിക്ക് നമ്മുടെ ആ ഒരു ചെമ്പരത്തിയുടെ കളറിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് pH കറക്റ്റ് ആവില്ല, കാരണം നമ്മൾ സോപ്പാണ് എടുത്തിരിക്കുന്നത്. സോപ്പിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഞാൻ മേക്ക് ചെയ്തിരുന്ന സോപ്പിൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നത്. നിങ്ങൾ ഫേസ് വാഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 5.5 എന്നുള്ള ഒരു ഇതിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ബോട്ടിലിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം, പുറത്ത് വെക്കാൻ പാടില്ല. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യാനുസരണം എടുത്ത് തണുപ്പ് മാറ്റിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നോർമലി നമ്മൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെ ആദ്യം ഫേസ് നന്നായിട്ട് വെറ്റ് ചെയ്യുക. എന്നതിന് ശേഷം തൽപ്പം നമുക്ക് കയ്യിലെടുത്ത് റബ്ബ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റോളം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് വാഷ് ചെയ്യണം. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്ത് വരും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫേസിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.